Hello students, in my last video we have learned the important methods of preparation of haloalkanes and haloamines. Today I am going to start the chemical properties of haloalkanes. Haloalkanes are one of the most reactive classes of organic compounds. Haloalkanes are very reactive organic compounds. They can be used for the preparation of large variety of useful organic compounds. Haloalkanes mainly undergo nucleophilic substitution reactions. Okay? So, haloalkanes ഏറ്റവും പ്രധാനമായിട്ട് പങ്കെടുക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. യെസ്. നമുക്കറിയാം ഹാലോ ആൽക്കെയിനിൽ the carbon is bonded to the carbon is bonded to the more electronegative halogen atom. Okay, here X represents halogen, means fluorine, chlorine, bromine or iodine. We know the halogen is more electronegative than carbon. Then, consequently, the CX bond is polar in nature. So, CX bond is സ്വഭാവം polar ആവും. The reason is that the more electronegative halogen attracts this bond pair of electron towards halogen. Okay, electronegative കൂടിയ ഹാലജൻ ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണിനെ ഹാലജൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഹാലജന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഹാലജൻ അറ്റൈൻസ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ആൻഡ് the electron density around carbon atom decreases. കാർബണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നു. The carbonate attains a slight positive charge, that is delta plus. The polar nature of alkyl halides make them highly reactive molecules. Okay, then the positive center ആണ് കാർബൺ. ഈ പോസിറ്റീവ് സെന്ററിനെ വളരെ പെട്ടെന്ന് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, nucleophiles means nucleus loving species or electron rich species. Nucleophiles attack this positively charged center, the positively charged carbon. Okay, വളരെ പെട്ടെന്ന് ഇലക്ട്രോൺ റിച്ച് ആയ ന്യൂക്ലിയസ് ലവിംഗ് ആയ ന്യൂക്ലിയോ ഫൈൽസിന് ഈ പോസിറ്റീവ് ചാർജിലുള്ള ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പൊ CX ബോണ്ടിനെ പോളറൈസ് ചെയ്യുന്നത് ആരാണ്? ദ മോർ ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ ആണ്. ഓക്കെ, ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ പോളറൈസസ് CX bond. Electronegative halogen polarizes
polarizes CX bond. Okay? ഒന്നുകൂടി ഞാൻ പറയുന്നു. The polar nature of alkyl halide makes them highly reactive molecule. The nucleophiles can easily attack the positively charged carbon atom. Please listen. When a nucleophile approaches the positively charged carbon atom of alkyl halide is stronger than this halide ion X minus, the halogen atom along with the bond pair of electron get displaced and a new bond with the carbon and the nucleophile is formed. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജഡ് കാർബണിനെ അപ്രോച്ച് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്, ഇറ്റ് മേ ബി OH മൈനസ് ഓർ CN മൈനസ് ഓർ NO2 മൈനസ്. ഓക്കെ, അത് എന്താണ് ഇവിടെയുള്ള ഈ എക്സ് മൈനസ് ഒരു ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, ഹാലൈഡ് അയോൺ ന്യൂക്ലിയോഫൈലാണ്. എക്സ് മൈനസിനേക്കാൾ stronger ആണെങ്കിൽ, okay, when the approaching nucleophile is stronger than the halide ion, okay, this halide ion X minus ion get displaced along with the bond pair of electron. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണിനെ അപ്രോച്ച് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ഹാലൈഡ് അയോണിനേക്കാൾ സ്ട്രോങ്ങർ ആണെങ്കിൽ, ഓക്കെ, ഇതിൽ നിന്ന് അപ്പോൾ ഇവിടെ CX ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഇതിൽ നിന്ന് ഹാലൈഡ് അയോൺ ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ കൂടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ CX ബോണ്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ഇൻകമിങ് ന്യൂക്ലിയോഫൈലുമായിട്ട് ഈ കാർബൺ ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, CX, ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ്, ഓക്കെ, പ്ലസ് ന്യൂക്ലിയോഫൈലിനെ നമുക്ക് NU കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. Then this nucleophile attacks the positively charged carbon. അപ്പോൾ ഇവിടെ നിന്നും ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഈ ഹാലജൻ്റെ അടുത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഇതിൽ നിന്നും ഹാലൈഡ് അയോൺ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവിടെ ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, ന്യൂ ബോണ്ട് എക്സ് മൈനസിൻ്റെ പ്ലേസിൽ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈലായ NU ആണ് വന്നു ചേർന്നത്. ദ ബോണ്ട് ഈസ് ഫോംഡ് ലൈക്ക് ദിസ്, CNU. ഇപ്പോൾ ഹിയർ ദ വീക്കർ ന്യൂക്ലിയോഫൈൽ, ദാറ്റ് ഈസ് ഹാലൈഡ് അയോൺ, ഈസ് റിപ്ലേസ്ഡ് ബൈ ദ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ. ഓക്കെ, yes, these reactions are called nucleophilic substitution reactions. Then there are two types of nucleophiles. Number one, negatively charged species. Please listen. There are two types of nucleophile. A negatively charged species, OH minus, CN minus, NO2 minus, etc. Then the neutral species with at least one lone pair. The neutral species with at least one lone pair act as nucleophile. Example, H2O ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. ഇവിടെ ഓക്സിജനിൽ നമുക്കറിയാം
ടു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ വാട്ടർ എന്താണ്? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ദ വാട്ടർ ബിഹേവ്സ് ആസ് ന്യൂക്ലിയോഫൈൽ. അമോണിയ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അമോണിയ ഓൾസോ ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ. Okay, there are two types of nucleophile. A, negatively charged species like OH minus, Cn minus, NO2 minus. Then next one B, neutral species with at least one lone pair. Okay, H2O, yes, NH3, etc. Yes, then what is meant by nucleophilic substitution reaction? In this reaction, a weaker nucleophile present in the reactant is replaced by a stronger nucleophile. അപ്പോൾ ഞാൻ ഇന്ന് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് concept, types of nucleophilic substitution reactions. Okay students, goodbye, study well.